ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 2-3 ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണമാണ് നമ്മൾ വീഡിയോസൊക്കെ ഒന്നും ഇങ്ങോട്ട് ഉഴപ്പ് ചെയ്തിട്ട് ഇന്ന് മുതൽ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെയാണ്. അത് കുറച്ച് ദിവസം മുന്നേ, കുറച്ച് ദിവസമല്ല, ഒരുപാട് ദിവസത്തല്ല, എന്നാലും മുന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഉണ്ടാക്കണം അന്ന് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ദൈവമേ, ഇത് വാട്ടണം, കുഴയ്ക്കണം, പരത്തണം, പിന്നെ ആകെ അലമ്പാവും, കിച്ചൺ ടാബൊക്കെ വൃത്തിയാക്കണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റായിരുന്നു മുന്നേ എനിക്ക്. പിന്നെ എനിക്ക് കുഴച്ചാലും പരത്തിയാലും റെഡി ആവില്ല, ഭയങ്കര ഹാർഡായിരിക്കും എൻ്റെ ചപ്പാത്തിയൊക്കെ. മുന്നേ ഉണ്ടാക്കാനും മടിയാണ്, ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി ഈ ഒരു അവസ്ഥയാണ്. അത് കാരണം എനിക്ക് ചപ്പാത്തി എന്നുള്ള സംഭവം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. കുറച്ച് പാടാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ടപ്പ ടപ്പേ തന്നെ ഞാൻ ഉണ്ടാക്കിക്കോളും. ഞാൻ അങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ വാട്ടിക്കൊഴിക്കുകയൊന്നും അല്ല ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴയ്ക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട. തണുത്ത വെള്ളത്തിൽ നിങ്ങളൊന്ന് കുഴച്ചുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കും. എല്ലാവർക്കും അറിയണ്ടാവും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നല്ലോണം തണുത്ത വെള്ളത്തിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിത് ആ വെള്ളം പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ച് നല്ലോണം കുഴയ്ക്കുക. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിലാണ് കുറച്ചുകൂടെ ഇതിരിക്കുന്നത്. നല്ലോണം കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. അങ്ങനെ നല്ലോണം ഞാൻ കുഴച്ചിട്ട് അടച്ച് വെച്ച് അതിൻ്റെ മേലെ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറിക്കുള്ള പരിപാടി നോക്കാം. തലേ ദിവസം തന്നെ എനിക്കൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് കടലാക്രമണമാണ് കേട്ടോ. കടലക്കറി വയ്ക്കാൻ വിചാരിച്ചു. നാളികേരം ഇല്ല ഗൈസ്, നാളികേരം തീർന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളികേരം വറുത്തരയ്ക്കാനുള്ളൊരു പാങ്ങ് ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വയ്ക്കുക. അപ്പോൾ ഒരു മുറി ഞാനപ്പോൾ തപ്പി പിടിച്ച് നോക്കുമ്പോൾ അരമുറിയുണ്ട്, ഒരു മുറിയില്ല. അപ്പം എന്നാൽ ഞാൻ അത് അങ്ങോട്ട് വെച്ച് വറുത്തരയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നോക്കിയിട്ടാണ്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിരുന്നിരുന്നു. പിന്നെ എനിക്ക് തപ്പി പിടിച്ച് കിട്ടി. പുറത്തൊക്കെ നാളികേരം നോക്കി, ഞാൻ അപ്പുറത്തൊക്കെ ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയതുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നാളികേരം കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ വളാഞ്ചേരി പോകുമ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നാളികേരം കഴിഞ്ഞിട്ടുണ്ടാവും. വൈകുന്നേരമല്ലേ പോവുക, അതുകൊണ്ട്. അപ്പം ഇനി ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വറുത്തരയ്ക്കാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ രാവിലത്തെ ഈ കടലക്കറി മതി നമ്മൾ ഉച്ചയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ രാത്രിയിൽ നോക്കിയാൽ മതി. ഇവിടെ അങ്ങനെ കടലക്കറി കൂട്ടി ചോറുണ്ടില്ല എന്നൊന്നുമില്ല, അതുണ്ടെങ്കിൽ കഴിച്ചോളും. അപ്പോൾ അതാണ്, ഞാൻ ആ ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വറുത്തരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കടലൊക്കെ കഴുകി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതും നേരാക്കി വെച്ചു കേട്ടോ. ഞാനിങ്ങനെ വഴറ്റിയിട്ട് ഉണ്ടാക്കണില്ല. നമുക്ക് കടലക്കറി 2-3-4 ടൈപ്പിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഞാൻ ഇതിൻ്റെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വയ്ക്കാൻ വിചാരിച്ചു. സവാള, പച്ചമുളക്, തക്കാളി, ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. ഈ രാവിലെ ഒരു അരിയൽ എന്ന് പറയുമ്പോൾ സ്കൂളുള്ള സമയത്ത് ഞാൻ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് മടി പിടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ രാവിലെ തന്നെയാണ് ചെയ്യുക. പക്ഷേ ഈ രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് സമയം അങ്ങോട്ട് പോണ പോലെ തോന്നും. പിള്ളേർക്ക് ക്ലാസ് ഉണ്ടാകുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, മെല്ലെ ചെയ്താൽ മതി. ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി എങ്ങനെ പോയാലും 9 മണി, 10 മണി, 10:30 ആവും. ഞാനാണെങ്കിൽ 11:30 ആവും. പിള്ളേരാണെങ്കിലും അവരൊക്കെ നീറ്റ് വരുമ്പോഴത്തേക്കും ക്ലാസ് ഇല്ലെങ്കിൽ ഇത്തിരി നേരമാവും. അപ്പം മെല്ലെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അരിയലും പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് കടലൊക്കെ കഴുകി നമ്മൾ കുക്കറിൽ ആദ്യം കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സവാള, പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ഞാൻ ഇട്ട് കൊടുക്കില്ല. കുറച്ച് ഞാൻ മൂപ്പിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് വറുത്തിട്ടില്ലേ, അപ്പോഴേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊടിയോളായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ഞാനിപ്പോൾ പൊടിയോളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയൊക്കെ കൂടുക വേണ്ട, കുറയുക വേണ്ട. നമ്മൾ കടലക്കറിക്ക് മല്ലിപ്പൊടി വേണം, പക്ഷേ നല്ല ഒരുപാട് മല്ലിയാകുമ്പോൾ മല്ലിക്കുത്തടിക്കരുത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രാവശ്യം പൊടിച്ച മല്ലിപ്പൊടി വാങ്ങിയതാണെങ്കിലും അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ലീമാക്സ് എന്നാണ് മേടിച്ചത്. അതുകൊണ്ട് മല്ലിപ്പൊടി എനിക്ക് നല്ലതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സമാധാനം. പൊടിച്ച മല്ലി ചിലത് കേട് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ കറിയിലും മലക്ക പറഞ്ഞിട്ടും കാര്യമില്ല, കറി പൊട്ടയെ പോകും. അപ്പോൾ അകത്തിന് ഉപ്പിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഈ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പൊടിയോളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെച്ചു. ഇനി അത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി വേഗം പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബോളാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കുറച്ച് അധികം ഉണ്ടാക്കും. പിള്ളേർക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം എടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കണം തോന്നിയാൽ ചിലർക്ക് ഉച്ചയ്ക്ക് ചോറ് വേണ്ട, ചപ്പാത്തി തന്നെ മതി പറയും. അപ്പോൾ പിന്നെ 4 മണി ചായക്കാണെങ്കിലും ഉണ്ടോ ചപ്പാത്തി എന്ന് ചോദിക്കും. ഇഷ്ടമാണ് പിള്ളേർക്ക് ഇവിടെ ചപ്പാത്തിയൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ എന്താക്കും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കും, എക്സ്ട്രാ ഇത്തിരിയും കൂടെ കൂടുതലാക്കുവേ. ഇനി ആരെങ്കിലും കഴിക്കാൻ വരിക അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളില്ല എന്നുള്ളത് ചിന്തിക്കേണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ബോളുകളാക്കിയിട്ട് ഞാൻ വേഗം പരത്തി വെച്ചു. എന്നാൽ ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതിയല്ലോ. കടകുട്ടിയുടെ കാല് സീനായി കിടക്കുക. കുറച്ച് ഉണ്ടാ മുറിക്കുക. അവന് ഒട്ടുമിക്കതും അങ്ങനെ തന്നെയാണ്. മുറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാറാൻ പാടാണ്. അങ്ങനെ കുറച്ച് പഴുപ്പ് വരും. അങ്ങനെ തന്നെയാണ് ഷാജേട്ടനോട്ടോ. അതിൻ്റെ ഇതാ തോന്നുന്നു അവനും. മുറി വന്നു കഴിഞ്ഞാൽ ഇത്തിരി പഴുക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവനുണ്ട്. അപ്പോൾ അവൻ കിടക്കുകയാണ്. ഫുൾ ടൈം കിടത്താൻ തന്നെയാണ്. ഇങ്ങനെ കുക്കി ചാടിയിട്ടാണ് നടക്കുക. എന്നാൽ എല്ലായിടത്തേക്കും അവന് പോകണേ ഇനിയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷ അവന് എഴുതാൻ പറ്റില്ല. എന്താ വെച്ചാൽ പഴുപ്പും കാര്യങ്ങളും ഉണ്ട്, റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞുള്ളത്. അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോയപ്പോൾ ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണ ഡയറ്റിൽ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യാണ്ട് ഞാൻ ഡയറ്റിൽ വന്ന് ഇഞ്ചക്ഷൻ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരങ്ങനെ മതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹതാഹുതയായിട്ട് കിടക്കുക. എന്തായാലും പവൻ അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി ഇവിടെ കസേര ഇട്ടിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രണ്ടാളും നീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾ കുളിച്ചിട്ടില്ല കേട്ടോ. ഈ ലീവുള്ള ദിവസങ്ങൾ നമ്മൾ അടിയും തൊട കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ അങ്ങോട്ട് ആക്കും. എങ്ങനെയെങ്കിലും ഇറങ്ങി പോകാണ്ടാവും വൈകുന്നേരം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഒത്തിരി നേരത്തെ കാലത്ത് അങ്ങോട്ട് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഇവരില്ലാത്ത സമയത്താണ് എനിക്ക് കുഴപ്പമില്ല. അതിൻ്റെ എഡിറ്റിങ്ങും ലൈവ് പോവലും വീഡിയോ വോയിസ് ഓവർ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വൈകിട്ടാണ് മിക്കതും അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യുക. ഇപ്പം ഞാൻ വിചാരിച്ചു ബാത്റൂം കഴുകലും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് നേരത്തെ അങ്ങോട്ട് കഴിക്കട്ടെ. അപ്പോൾ പിന്നെ വെറുതെ ലാഗ് അടിച്ച് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിച്ചില്ല. പിന്നെ ചപ്പാത്തിക്ക് ഒരുവിധം പരത്തി ഞാൻ ചൂടാൻ നിൽക്കുന്ന നേരത്ത് പൂച്ചിട്ടി പരത്തി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് ഉള്ള നാളികേരാണ് ഈ ചിരകിക്കൊണ്ടിരിക്കുന്നത്. വറുത്തരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഏലയ്ക്ക, 2 പട്ട, രണ്ട് പട്ടല്ല, കുഞ്ഞൊരു പട്ട, 2 ഗ്രാമ്പൂ, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പില, നാളികേരം, പെരുംജീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത്. ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്കൊന്നും കൂടണ്ട. കറിക്ക് അനുസരിച്ച് ഒത്തിരി എടുത്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്കൊക്കെ വറുത്തരയ്ക്കുന്ന. ചിക്കൻ കറി ആയിക്കോട്ടെ, മസാലക്കറി ആയിക്കോട്ടെ, കടലക്കറി ആയിക്കോട്ടെ, പിള്ളേർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ടൊന്ന് മൂത്തതാ ഈ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ അതിനകത്ത് ഇത്തിരി ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം. ചപ്പാത്തി ഇതാ ഒരുവിധം ചുടലൊക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ നീറ്റാക്കി വെച്ചു. അപ്പോഴേക്കാണ് നമ്മുടെ കടല വെന്ത് സെറ്റായി നിൽക്കണം കേട്ടോ. വേഗം തന്നെ അങ്ങോട്ട് അരച്ചെടുക്കുക. ഇതങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി വരും. കറണ്ട് പോയാലുള്ള പാടുള്ളൂ. കറണ്ട് പോയാൽ നമ്മൾ പെട്ടു. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ അവിടെ അങ്ങനെ കറണ്ട് പോയിട്ടുള്ള പ്രശ്നമില്ല കേട്ടോ. ഇനി ഇത് പറഞ്ഞ നാളെ മുതലാവുമെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ എപ്പോഴും കറണ്ട് പോകും. രാവിലെ പോയാൽ 5 മണിക്കേ വരുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ പിന്നെ കറണ്ടിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനതൊക്കെ അരയ്ക്കാൻ വേണ്ടി നല്ല മഷി പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അരപ്പ് ആയപ്പോഴേക്കും നമ്മുടെ കടല ഒന്നും കൂടെ തിളപ്പിക്കാൻ വെച്ചു. അരപ്പ് അതിൽ ചേർത്ത് ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്ന രീതിക്ക് തിളച്ചാവണ സമയത്ത് നമുക്ക് ഇത്തിരി ചെറുള്ളിയും കൂടെ റെഡിയാക്കാം കേട്ടോ. അത് ചെറുള്ളിയിൽ വറുത്തിട്ടാൽ അതിൻ്റെ ടേസ്റ്റ്. എനിക്ക് കടലക്കറി കടുക് പൊട്ടിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല പേഴ്സണലി. അതുകൊണ്ട് ഞാൻ ചെറുള്ളിയിലാണ് വറുത്തിടുക. എന്നിട്ട് വേഗം മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളമൊക്കെ കറക്റ്റ് ആക്കി ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ചപ്പാത്തി കഴിക്കാൻ നല്ലോണം കറി വേണം നമ്മുടെ പിള്ളേർക്ക്. എനിക്കിങ്ങനെ കുറേശ്ശെ കൂട്ടിയിട്ട് ഞാനങ്ങനെ ഒപ്പി കഴിക്കുള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് നല്ല കറി വേണം. അപ്പോൾ അത് കാരണം ഞാൻ കറി അതിനനുസരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ്. ഞാനിപ്പോൾ ഉപ്പിടുമ്പോൾ എൻ്റെ വായിക്ക് ഉപ്പ് കുറവാണ്. എനിക്ക് കുറച്ച് ഉപ്പ് കൂടുന്നുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് കടലക്കറിയിലും ഇത്തിരിക്കോളം ഉപ്പ് കൂടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പാകം, പിള്ളേർക്ക് കൂടുതലാത്രേ. അങ്ങനെ എന്തായാലും ഞാൻ അതൊക്കെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് കുറച്ച് ചെറുള്ളി വേഗം അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു വറുത്തിടാൻ വേണ്ടിയിട്ട്. അതങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെക്കുക. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മൂപ്പിച്ച് കറിക്ക് ഒഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക സ്മെല്ല് വരും. അതാണെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തിടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാര്യമായിട്ട് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ കുടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു 10 മണി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ ചായ കുടിക്കാറാവും. ഇപ്പം അങ്ങനെ ഇത് ഒരു വൃത്തികെട്ട ശീലമെന്നറിയാം. നമ്മൾ നേരത്തെ കാലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം. അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം. നമ്മൾ എല്ലാ പ്രാവശ്യം പറയണ പോലെ 2026 ആവട്ടെ, ഡിസംബർ ആവട്ടെ, കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൊട്ട കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിലും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചീത്തയാണെന്ന് അറിയണ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നമ്മളാക്കിയ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ തന്നെ, അതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അതിലൊരു നേക്കിരിക്കണത്. അല്ലാതെ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ എവിടെ എത്തില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത് കാരണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എത്തിപ്പോയാൽ വലിയ കാര്യം. പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം കൊല്ലം പ്ലാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താക്കി വെച്ചാൽ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇല്ലേ, ഇത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു, അതങ്ങോട്ട് വേഗം കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ച് നീക്കുമ്പോഴേക്കും ഇവിടെ ഒരു ഹിമാലയ പർവ്വതം പോലെ മോറാൻ വേണ്ടിയിട്ടാവും. എല്ലാ വീട്ടിലും ഉണ്ടാവും ഈ മോറൽ. ഭയങ്കര പാത്രം കഴുകുക, നമ്മൾ പാത്രം മോറുക എന്നാട്ടോ പറയുക. പാത്രം കഴുകുക, പാത്രം മോറുക, അങ്ങനെയുള്ള എന്ത് സാധനമാണെങ്കിലും സംഭവം ഇതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ സാധനം അത് കുറച്ച് പാടാണ് എനിക്ക്. ഇത് ഒരുപാട് ഇങ്ങനെ കൂട്ടിയിടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴുകിയിട്ട് അതിൻ്റെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അതാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴുകി റെഡിയാക്കി അതാത് സ്ഥലത്ത് കൊണ്ട് വെച്ചപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് റെഡിയായി. ഇനി ഞാനത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നമ്മുടെ ചെറിയുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടെടുത്തു. വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തിടണേ. ഇത്തിരി വേപ്പിലയും കൂടെ, വേപ്പില കഴിഞ്ഞു. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവർ തന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ ദിവസമായിരുന്നു തന്നിട്ട് ഞാനിങ്ങനെ പിശുക്കി എടുത്തിട്ട് അത് കഴിയാറായി. വേണമെങ്കിൽ ചോദിച്ചോളാം, അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കട്ടെ. അതൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം കറി വറുത്തിടാം കേട്ടോ. എന്നിട്ട് നമുക്കിനി വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കടലക്കറി ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കും. മിക്കത് എല്ലാവർക്കും അറിയും. പക്ഷെ ഇങ്ങനെ ആണോ നിങ്ങൾ ഉണ്ടാക്കണത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ
കടലക്കറിയൊക്കെ വറുത്തിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ചായ കുടിക്കാൻ വേണ്ടി കണക്കുട്ടി ഇതാ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ കാല് അങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഒരു കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെ തൂക്കിയിടുമ്പോൾ അവന് ഭയങ്കര കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ അവൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും അങ്ങനെ ആ ബെഡിലിരിക്കുമ്പോൾ അവനൊരു ചടപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് അവൻ പറഞ്ഞുകൊണ്ടാക്കി. ഇങ്ങനെ ഒരു സ്റ്റൂളുമ്പോൾ കയറ്റി വയ്ക്കുമ്പോൾ അതിലും കടച്ചില്ല. അപ്പോൾ അവൻ്റെ ഒരു നേക്കിനാണ് ഇരിക്കുന്നത് കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കട്ടെ. ചായ കുടിക്കുമ്പോൾ ഇവരൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് കുറേ സമയം എടുക്കും കേട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ചായ കുടിക്കുക. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ വേഗം കഴിക്കണം. അങ്ങനെ പെട്ടെന്ന് കഴിച്ച് തീർന്നിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഫുഡ് കഴിക്കാൻ സ്റ്റക്കാവും. പിന്നെ കഴിച്ചാൽ പോലും എനിക്ക് അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ കഴിക്കുന്ന സമയത്ത് നീറ്റ് കഴിഞ്ഞാലും എനിക്ക് ആ ഫുഡ് പിന്നെ കഴിച്ചാൽ പോവില്ല. ജസ്റ്റ് ഒന്ന് കഴിക്കുന്നിടത്തുനിന്ന് അടുക്കളയിലൊന്ന് പോയി വന്നാൽ മതി. പിന്നെ എനിക്ക് ആ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നീക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇങ്ങനെ മെല്ലെ ഇരുന്ന് കഴിച്ചാലും എനിക്ക് പോകില്ല. എനിക്ക് പെട്ടെന്ന് കഴിക്കണം. അതുപോലെ ഇങ്ങനെ നുള്ളി കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ വായിൽ നിറച്ച് കഴിക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ വേഗം ഞാൻ എന്താക്കി വെച്ചാൽ കുറച്ചധികം നമ്മുടെ തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അത് 2 ദിവസം അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ അതിൻ്റെ ഇടയിൽ ഈ ചെക്കൻ്റെ ഈ കാര്യമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകും അവന് വയ്യാത്തതുകൊണ്ടൊക്കെ ആയിട്ട് മടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗായി. ഇന്ന് അങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് മടക്കി വെക്കാൻ വിചാരിച്ചു. തോർത്തൊക്കെ നമ്മളിങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം പുഴുങ്ങി തിരുമ്പും വെച്ചാൽ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഇത് സോപ്പിൻ്റെ കഷ്ണം ഇട്ടിട്ടോ അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ടിട്ടോ ഒന്ന് പുഴുങ്ങി തിരുമ്പും. കണ്ണൻ്റെ തോർത്തിൽ ആ പാടത്തെ ചെളി മൊത്തം ഉണ്ടാവും. അങ്ങനെയാണ് അവൻ്റെ പോയി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ തോർത്ത് ഞാൻ എടുക്കാൻ സമ്മതിക്കുകയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മടക്കി വൃത്തിയാക്കി അതാത് സ്ഥലത്ത് കൊണ്ടുവച്ചു. ഇൻ്റെത് അങ്ങനെ വൃത്തിയിലേക്ക് മടക്കി വെക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിൽ നല്ലതും ചീത്തയായിട്ടുണ്ട്. ഒരുപാട് മുന്നത്തെ ഡ്രസ്സുകളൊന്നും ഞാൻ ചീത്തയാക്കില്ല. ഒരുപാട് വർഷം മുന്നത്തെ ഡ്രസ്സുകൾ എൻ്റെ കയ്യിലുണ്ടാവും. മിക്കതും സാരി വെട്ടിയിട്ടും നമ്മൾ ഈ തുണികൾ ഇങ്ങനെ എടുത്തിട്ടും വെട്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരിക്കും അതിൽ ഒട്ടുമിക്കതും ഉണ്ടാവുക. പിന്നൊക്കെ നമ്മളിങ്ങനെ വില കുറവിന് വാങ്ങണത് മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെയൊക്കെ കുറേ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ചുരിദാർ സഹിതം അതിനകത്തുണ്ട്. വീട്ടിലിടുന്നതും അതും ഇതുമൊക്കെ ആയിട്ട് ഒഴിവാക്കാനുള്ളതും ഉണ്ട്. ഒഴിവാക്കില്ല അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ആൾക്ക് കൊടുക്കുകയോ ചെയ്യൂട്ടോ. നീ കൊടുക്കാണ്ടിരിക്കും ചേച്ചി കൊടുക്കില്ല എന്നൊന്നും പറയും. എന്നെ അറിയണ ആരും ഞാൻ ഒരു സാധനം കൊടുക്കില്ല എന്ന് പറയില്ല. കൊടുക്കും. പക്ഷെ നമ്മളിട്ട് നാശമാക്കിയ സാധനം കൊടുക്കില്ല. ഒരാൾക്ക് ഇടാൻ പറ്റണ ഉപയോഗിക്കുന്ന രീതിക്കുള്ളതാണെങ്കിൽ കൊടുക്കും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെ ഉള്ള ഡ്രസ്സുകളും ഇല്ല കേട്ടോ. മുന്നൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എടുക്കാമല്ലോ. പിന്നെ ഇടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം പിന്നെ അങ്ങനെ ഡ്രസ്സുകൾ എടുക്കണമൊക്കെ കുറച്ച് ചുരുക്കമാണേ. പിന്നെ എന്താക്കുക വെച്ചാൽ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ക്ലീനിങ് പരിപാടിക്ക് നിന്നു. പൂജുട്ടി ഇല്ലെങ്കിൽ എൻ്റെ മടി പിടിച്ചവിടെ ഇരുത്തും. കുറച്ച് കഴിഞ്ഞിട്ട് പോരെ പറഞ്ഞിട്ട് അത് പിന്നെ എങ്ങനെ പോയാലും വൈകുന്നേരം ആവേ. അതിന് നിൽക്കാണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ വേഗം അടിച്ച് വാരി തുടയ്ക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല ഇടത്തെ കൈ കൊണ്ട് അടിച്ചു വാരണത് വലത്തെ കൈ പെയിനാണ് കേട്ടോ. കുറച്ച് വേദന കൂടുതലാണ് ചില സമയങ്ങളിൽ. അപ്പം ഞാൻ നല്ല കടച്ചിൽ വരുമ്പോൾ ഇടത്തെ കൈ കൊണ്ട്. പക്ഷേ ഇടത്തെ കൈ കൊണ്ട് എനിക്ക് വയലില്ലാത്തതുകൊണ്ട് വലിയ പാടാ ചൂല് നീങ്ങണില്ല. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ചൂല് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എനിക്ക് വാങ്ങാൻ തോന്നിയതാണാവോ. പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഈര വരുന്നത്. അത് കാരണം അടിച്ചു വാരാൻ വലിയ പാടാണ്. ബുദ്ധിമുട്ട് നീങ്ങണേ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അടിച്ച് വാരിയിട്ടു. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പൊന്ത വെട്ടാൻ ആൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ അങ്ങനെ ഇട്ടിരിക്കുക. മുറ്റം അടിച്ച് വാരാനുള്ള ഒരു ഇതിന് ഞാൻ നിന്നില്ല. വരില്ല വെച്ചിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് കാണണമെന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ എങ്ങാനും മുറ്റം അടിച്ച് വാരണം. അല്ലെങ്കിൽ വൈകിട്ട് അടിച്ച് വാരാൻ. അതിന് മാത്രമല്ല ആ പൊന്തയിൽ നിന്ന് കിട്ടില്ല ഈ പറഞ്ഞ പോലെ ചപ്പും കാര്യങ്ങളൊക്കെ. അത് അങ്ങനെയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. തുടയ്ക്കൽ പറഞ്ഞ പോലെ വേഗം കഴിഞ്ഞോളൂ. ഡെയിലി തുടങ്ങുന്ന ചളിയൊന്നും ഉണ്ടാവില്ല. എന്നാലും തുടച്ചിട്ട് കഴിഞ്ഞൊരു സമാധാനമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും വീട്ടിൽ. നമുക്ക് തുടയ്ക്കാണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര അടിച്ചു വാരി ഒതുക്കി വെച്ചാൽ ആ ഒരു എനിക്ക് എന്തോ ഒരു സാധനം മിസ് ചെയ്യണ പോലെ തോന്നും. അന്നേരം വേഗം ഇങ്ങോട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എന്തോ ഒരു പോസിറ്റീവ് സംഭവം ഇങ്ങോട്ട് കയറുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ എല്ലായിടും അങ്ങോട്ട് തുടച്ചിട്ട് വെയിലിങ്ങോട്ട് വന്നു കേട്ടോ. അവിടെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും നല്ല വെയിൽ വരും. പിന്നെ പറയണ്ട. പിന്നെ വെയിൽ മാറണമെന്നുണ്ടെങ്കിൽ ഒരു 5:30, 5:45, 6 മണി കഴിയുമ്പോഴേക്കും പിന്നെ നല്ല സുഖം അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ നല്ല വെയിലും ചൂടാണ് ഇവിടെ. അട്ടി കിട്ടുന്ന വെയിൽ നിൽക്കില്ല. ഓടും നമ്മൾ ഇവിടുന്ന്. അത്ര വെയിലാണ് കേട്ടോ. നമ്മൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനി വേഗം പോയി കുളിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഒന്നും ഇപ്പില്ല. ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് അവിടെ തിരുമ്പണ കല്ലണ്ട അവിടെ വെയില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി നട്ടു ചാവണേൻ്റെ മുന്നേ ഞാൻ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്കില്ലേ ചിലവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. അങ്ങനെ പ്രശ്നമല്ല, അങ്ങനെ കുഴപ്പമില്ലായി കണ്ടാവും. ഇപ്പോൾ കുളിച്ചാൽ ഒന്ന് കണ്ണെഴുതി പൊട്ട് തൊടണമെന്നോ കൂറിയിടണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണവരും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ കുളി കഴിഞ്ഞ് വന്നാൽ എനിക്കിത്തിരി ഒന്ന് കണ്ണെഴുതി ഒരു പൊട്ടിട്ട് ഒരു കുറി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് തോന്നും. മറ്റത് എനിക്ക് വല്ല ടെൻഷനുണ്ടോയെന്ന് എനിക്ക് എന്നെ കണ്ടാൽ തന്നെ തോന്നും. അതുകൊണ്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം സൺസ്ക്രീൻ ഇട്ട് ലിപ് ബാമും ഇട്ട് ഒരു പൊട്ടും വെച്ച്
ചിലപ്പോൾ കണ്ണ് എനിക്ക് കണ്ണിനൊരു ജീവൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കണ്ണെഴുതും. മിക്കതും ഞാൻ കണ്ണെഴുതും. പക്ഷേ കണ്ണെഴുതിയിട്ടില്ലെങ്കിലേ ഞാൻ വല്ല നേപ്പാളി പോലെയൊക്കെ തോന്നും എനിക്ക്. അന്യസംസ്ഥാന തൊഴിലാളി പോലെ, അന്യസംസ്ഥാന ആൾക്കാരെ പോലെയൊക്കെ തോന്നും എനിക്ക് എൻ്റെ കണ്ടു കഴിഞ്ഞാൽ കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് കാരണം ഞാൻ കണ്ണും കൂടെ അങ്ങോട്ട് എഴുതി കൊടുക്കും. അപ്പോൾ ഒരു മലയാളിത്തൊക്കെ തോന്നിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് കണ്ണെഴുതാൻ ജീവനാണ്. അതെന്നെ അറിയണവർക്ക് അറിയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 കണ്ണും ഇങ്ങനെ നീട്ടി എഴുതുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണെഴുതുന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറയുന്നത് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. എഡിറ്റൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ലൈവ് കയറാൻ വേണ്ടി പറ്റില്ലേ. ഇന്ന് ലൈവ് ഇടണം. നാളെ ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. കറി നമ്മുടെ കടലക്കറി തന്നെയാണ്. വേറെ എക്സ്ട്രാ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ കടലക്കറി കൂട്ടി കഴിക്കും. പിന്നെ വേറെ രണ്ടാമതൊന്നുമില്ല. ഉപ്പേരി ഉണ്ട് ഇന്നലത്തെ. അപ്പോൾ പിന്നെ അതായിരിക്കും വേണ്ട. പപ്പടം കഴിഞ്ഞു കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കടലക്കറി കൂട്ടിയിട്ട് ചോറിനട്ടെ കണ്ണുകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വേഗം ഫുഡ് കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട്. കണ്ണാ വാ കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതന്നെ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്തൊന്നും നമുക്ക് നമ്മളെ വീട്ടിൽ ഇറച്ചി മീനും കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ആവാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിൽ മെനക്കെടാഞ്ഞില്ലെങ്കിൽ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചിക്കൻ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ. അതുകൊണ്ട് നമുക്ക് 2-3 ദിവസം നിൽക്കാറുമുണ്ട്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു ദിവസം കൂടെ പോട്ടെ വിചാരിച്ചിട്ട്. ഇത് പിന്നെ കഴിഞ്ഞ വ്ളോഗാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കടലക്കറി കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ ചിക്കനും മീനൊക്കെ ഉണ്ടെങ്കിൽ ഈ കടലക്കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും നമ്മൾ കേട്ടോ. അപ്പോൾ അത് കൂട്ടി ഞാനും കണ്ണൻകുട്ടിയും കഴിച്ചു. പൂജിട്ടിക്ക് വേണ്ട, ഇപ്പോൾ അവൾ ചപ്പാത്തി ബാക്കി ഇരിക്കേണ്ട, അത് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഞങ്ങൾക്കുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പിന്നെ വെറുതെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ പകലുണ്ടാക്കിയത് രാത്രി നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതല്ലേ കുഴൽ വെള്ളമല്ല. അത് കാരണം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പോകാൻ വേണ്ടിയിട്ട്, വളാഞ്ചേരി പോകണം. കണ്ണൻകുട്ടിയുടെ കാല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോണത് കേട്ടോ. രോഗി ഹായ് പറയും. ഒരു മാസത്തിൽ 15 ദിവസം രോഗി, 15 ദിവസം രോഗിയാണ്, 15 ദിവസം ഓക്കെയാണ്. ഇതാണ് കാലിൻ്റെ അവസ്ഥ എന്ന് പറയണത്. ഒന്ന് പീച്ചട്ടെ? വേണ്ട. ഇപ്പോൾ കാലിന് ആൾക്ക് വേദനയുണ്ട്. അടുത്തൊക്കെ കണ്ട ദീവാങ്കോട്ടിൽ നടക്കണ പോലെ കുരിപ്പ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ്. ഇന്ന് കാണിക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് വരട്ടെ. ഓക്കെ. 15 ദിവസം കണ്ണന് റെസ്റ്റാണ്. 15 ദിവസം കണ്ണ നടക്കും. ഒരു മാസം അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോയിട്ട് മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണിച്ചിട്ട് വരണം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. അത്രയല്ല, പോയിട്ട് വരാം. പോവാം. ഇനി ഗൈസ് എൻ്റെ ചുരിദാർ, നല്ലൊരു ചുരിദാർ ധരിച്ച അടുത്ത കുരിപ്പിനെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരുന്നു. അത് നല്ലത്. ഞാനൊരു 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അത് ധരിച്ചു കൊടുത്തത് ആളെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ദുരന്തങ്ങളെ രണ്ടാണ്. അതാണ് +2 പഠിക്കുന്ന +2 കുമാരി. എഴുത്ത് മറ്റേ ആധാരം എഴുതാൻ്റെ സ്ഥലത്തേക്ക് ചിലപ്പോൾ ജോലിയായിട്ട് ചിലപ്പോൾ പൂജുവിനെ കിട്ടും. അത്രയും എഴുത്താണ്. ഒരാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, ഒരാൾ ഫുൾ ടൈം എഴുതും വായിക്കും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ അല്ലേ ഗൈസ്? എന്തെങ്കിലും ഒരു ഇടങ്ങാണ്ടിട്ടിരുന്നോട്ടോ. അപ്പം ശരി ഗൈസ്, ടാറ്റ പറയൂ. ടാറ്റ പറ. പറയടാ, കാല് ഞാൻ പീച്ചും. എടുത്തിട്ടൊക്കെയാണ് ടാറ്റ മേടിക്കാൻ. മനസ്സിലായോ സക്കീർ ബാക്കി? പോവാം. ഇനി കണ്ട 2 പേര് പാട്ട് പാടും. എന്നാണ് എനിക്കല്ലേ, നോക്കട്ടെ. ഞങ്ങൾ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യം കേട്ടോ. ഞാൻ ഇവിടെ നിന്നൊക്കെ കൂളാക്കിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വന്ന് തുടങ്ങും, അയ്യോ അതെന്തെങ്കിലും ചെയ്യും. ഒരു സ്വൈരൊന്നും പറഞ്ഞു തരില്ല. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റും. എന്താ വെച്ചാൽ ചെറിയ കുട്ടികളെക്കാളും പേടിയാണ് അവന്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലാണ്ട് എനിക്ക് കുറേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ അവിടെ കാണിച്ച് വന്നപ്പോൾ 3 ദിവസത്തെ മരുന്നും കൂടെ തന്നു. പിന്നെയാണ് നമുക്ക് എല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, വെറുതെ അവനെ പറഞ്ഞ് കൂളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി കൂടുതലൊന്നും എടുക്കണില്ല. ഡോക്ടറെ കാണിച്ചു, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ എല്ല് ഡോക്ടറെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് പിന്നെ ഒരു ദിവസമാണ്, നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എല്ല് ഡോക്ടർ പറഞ്ഞത് 2 ദിവസം കൂടെ 3 ദിവസം കൂടെ ആൻറ്റിബയോട്ടിക് ചെന്നാൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ വഴിയേ വരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.